ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹം ഹെൽത്തി ആണോ എന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് കാര്യങ്ങൾ വെച്ചാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് വല്ല ഡിസീസ് വല്ല അസുഖങ്ങളോ ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് നോക്കുന്നത് അയാൾ ഫ്യൂച്ചറിൽ അയാൾക്ക് വല്ല ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ടോ എന്നാണ്. അപ്പം നമ്മൾ നോക്കുന്നത് അയാളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ സാധാരണ നോക്കുന്നത് നമ്മൾ അയാളുടെ വെയിറ്റ് നോക്കും, അയാളുടെ BMI നോക്കും, അങ്ങനെ കുറേ കാര്യമൊക്കെ നോക്കും, അയാളുടെ ബോഡിയിൽ എന്തോ മസിൽസ് ഉണ്ട്. പക്ഷെ ഞാൻ ഒരു ഇമേജ് കാണിക്കാം. ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന ആളുകൾ രണ്ടുപേർക്കും സെയിം വെയിറ്റ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഹൈറ്റും ആണ്, സെയിം വെയിറ്റും ആണ്, സെയിം ഏജും ആണ്. നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. പക്ഷെ ഇതിൽ ആരാണ് ഹെൽത്തി? അതിനാണ് സത്യത്തിൽ നമ്മൾ ബോഡി കോമ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഈ ബോഡി കോമ്പോസിഷൻ യൂസ് ചെയ്യുന്നതിന് മെയിനായിട്ട് 2 കോമ്പോണൻസ് ഉള്ളത്. ഒന്ന് നമ്മുടെ ലീൻ മാസ്, നമ്മുടെ ബോൺസ്, നമ്മുടെ മസിൽസ്, നമ്മുടെ ബോഡിയിലുള്ള ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ വാട്ടർ, ഇതിനെല്ലാത്തിനും കൂടെ കൂട്ടിയാണ് ലീൻ മാസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ആണ്. ഈ ഫാറ്റ് 2 തരമുണ്ട്. നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ബോഡി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫാറ്റും, പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് നമുക്ക് അല്ലാണ്ട് നമുക്ക് ഉണ്ടാകുന്ന വണ്ണം വെക്കലും, നമ്മുടെ സാധാരണ തടി. ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന 2 പേർക്കും ഒരേ വെയിറ്റ് ആണ്. പക്ഷേ ഈ ഒരാളുടെ ബോഡിയിൽ കുറേ ഫാറ്റ് ഉണ്ട്. ഇയാളുടെ ബോഡിയിൽ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. പക്ഷേ മറ്റേയാളുടെ ബോഡിയിൽ മസിലാണ് കൂടുതൽ. നിങ്ങൾ ജനറൽ ആയിട്ടൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഒരാളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ എന്താ വേണ്ടത്? അയാൾക്ക് ഹെൽത്ത് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന ഫാറ്റ് കുറവായിരിക്കണം, മസിൽ കൂടുതലായിരിക്കണം. ഇതാണ് എല്ലാവർക്കും വേണ്ടത്. സത്യത്തിൽ അത് തന്നെയാണ് നല്ലത്, അത് തന്നെയാണ് ഹെൽത്തിയും. ഞാൻ ഹെൽത്തി എന്ന് ഉദ്ദേശിച്ചത് ഒരു ഡിസീസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി തന്നെയാണ്. സത്യത്തിൽ നമ്മൾ ഈ ഫാറ്റിനെയും മസിലിനെയും കൂടി കമ്പയർ ചെയ്താൽ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ്. ഫാറ്റ് കുറേ ഉണ്ടെങ്കിലും മസിൽ കുറച്ചുണ്ടെങ്കിലും രണ്ടിൻ്റെയും വെയിറ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചില ആളുകളിൽ കാണപ്പെടുന്നത്, ചിലർ ജിമ്മിലൊക്കെ ലോങ് ടൈം ആയിട്ട് പോകുന്ന ആളുകളായിരിക്കും, അതുപോലെ തന്നെ ചില ആളുകൾ നല്ല അത്ലറ്റിക് ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം ഇവരെ കണ്ടാൽ നിങ്ങൾക്ക് ഒന്ന് ലീൻ ആയിട്ട് വന്നു, പക്ഷെ അവരുടെ വെയിറ്റ് നിങ്ങളെ വണ്ടർ അടിപ്പിക്കും. കാരണം അവരുടെ വെയിറ്റ് ചിലപ്പം നിങ്ങൾക്ക് വണ്ണമുള്ള ഒരാളായിരിക്കും, നിങ്ങളുടെ അത്രയും തന്നെ അവരുടെ വെയിറ്റും കാണും. അപ്പം അതിൻ്റെ കാര്യം ഇതാണ്. ഈ മസിലിന് സത്യത്തിൽ ഫാറ്റും മസിലും ഒരേ സൈസ് ആണെങ്കിൽ മസിലിനാണ് വെയിറ്റ് കൂടുതൽ ഫാറ്റിനേക്കാളും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഒരാളുടെ വെയിറ്റ് വെച്ച് ഒരിക്കലും അയാൾ ഹെൽത്തി ആണെന്ന് പറയാൻ നിൽക്കല്, അല്ലെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യാൻ നിൽക്കല്. ഒരാളുടെ വെയിറ്റ് ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇപ്പം സാധാരണ ഒരു ലെവലിൽ എടുക്കുവാണെങ്കിൽ 90% ആളുകൾ എടുക്കുവാണെങ്കിൽ ഒരാൾ ഒരു 5 അടി 6 ഇഞ്ച് 70 കിലോ 75 കിലോ 80 കിലോ എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് അസ്യൂം ചെയ്യാം അയാൾ അത്യാവശ്യം ഫാറ്റി ആണ്. പക്ഷെ അയാൾ അത്യാവശ്യം ബോഡി ബിൽഡിങ് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ലറ്റിക് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിലോ ചിലപ്പോൾ അയാളുടെ മസിൽ മാസ് ആയിക്കൊണ്ടായിരിക്കും അയാൾക്ക് അത്രയും വെയിറ്റ് വരുന്നത്. അയാൾ ചുരുക്കത്തിൽ ഹെൽത്തി ആയിരിക്കും. സാധാരണ ഒരു ഇൻഡിവിജ്വലിനേക്കാളും അയാൾ ഹെൽത്തി ആയിരിക്കും. കാരണം അയാളുടെ ബോഡി എത്ര മസിൽ മാസ് ഉണ്ട്, പിന്നെ അയാൾക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഈ മസിൽ മാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തീരെ കുറവാന്ന് ഞാൻ പറയുന്നില്ല, രോഗം വേറെ മസിൽ വേറെ. പക്ഷെ അയാൾക്ക് നല്ല എൻഡുറൻസ് കാണും, നല്ല സ്ട്രെങ്ത് കാണും, നല്ല സ്റ്റാമിന കാണും, നല്ല മൊബിലിറ്റി കാണും, നല്ല മെറ്റബോളിസം കാണും. പിന്നെ നല്ല മസിലുള്ളവർക്ക് ഈ ഹാർട്ട് ഡിസീസും പിന്നെ ഈ ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസും പ്രോബബിലിറ്റിയും വളരെ കുറവായിരിക്കും. നമുക്ക് ഈ ബോഡി കോമ്പോസിഷൻ ചില ഹോസ്പിറ്റലൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ കേരളത്തിൽ അത് എന്തോ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഡീക്സ സ്കാൻ ഉണ്ട്, ബയോ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് അനാലിസിസ് ഉണ്ട്, ഇല്ലെങ്കിൽ BIA, സ്കിൻ ഫോൾഡ് കാലിപ്പേഴ്സ് ഉണ്ട്, ഹൈഡ്രോസ്റ്റാറ്റിക് വെയിറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് ഈ ബോഡി കോമ്പോസിഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് മെഷർ ചെയ്യാനൊന്നും പറയത്തില്ല. ഇത് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങളുടെ ബോഡിയിൽ മസിൽ മാസ് കൂട്ടുക, ഫാറ്റ് ബേൺ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിതെങ്ങനെയാണ് മസിൽ ബിൽഡ് ചെയ്യണം, ഫാറ്റും ബേൺ ചെയ്യണം. നമുക്ക് മെയിനായിട്ട് ഇത് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ, വെയിറ്റ് ട്രെയിൻ ചെയ്യുക. ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അത്ലറ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കാർഡിയോ കൂടി ചെയ്യുക. പിന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ അത് നന്നായിട്ട് നോക്കണം. നിങ്ങളുടെ ഡയറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. പിന്നെ നല്ല ന്യൂട്രീഷനും കഴിക്കാൻ നോക്കുക. നിങ്ങളുടെ എല്ലാ വൈറ്റമിൻ ലെവൽസും നല്ല നോർമൽ ലെവലിലായിരിക്കണം. അപ്പം ഇത്രയുള്ള ബോഡി കമ്പോസിഷനെ പറ്റി. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഒരാളുടെ വെയിറ്റ് വെച്ച് ഒരാളുടെ ഫിറ്റ്നസ് ഒരിക്കലും അളക്കല്. ഒരാൾക്ക് വെയിറ്റ് കൂടിയെന്ന് വെച്ചാൽ ഫിറ്റ് അല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റെറോയിഡ് ഒക്കെ അടിച്ച് പോകുന്ന ആളുകളുണ്ട്, അത് വേറെ കാര്യമാണ്. അതിന് ഞാൻ എതിരാണ്. നമ്മൾ സ്റ്റെറോയിഡ് ഒന്നും അടിക്കല്, നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ പോകാൻ നോക്കണം. നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് സത്യത്തിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്നതും നാച്ചുറൽ ആയിട്ട് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളുകളുടെയും ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. ഇപ്പൊ എല്ലായിടത്തും പോയാൽ 16 വയസ്സുള്ള ചെക്കൻ ജിമ്മിൽ കയറുമ്പോൾ തന്നെ അടുത്ത ആഴ്ച തൊട്ട് സ്റ്റെറോയിഡ് കൊടുക്കുക, ഡാനാബോളും സംഭവമൊക്കെ അടിക്കുവാണ്. ഇതൊക്കെ സത്യത്തിൽ മാറണം. എല്ലാം നാച്ചുറൽ ആയിട്ട്. എനിക്ക് സ്റ്റെറോയിഡ് എടുക്കണേ നിങ്ങൾ എടുത്തോ, കുറെ നാളൊരു 4-5 വർഷമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ നാച്ചുറൽ ബോഡിയുടെ ഒരു പൊട്ടൻഷ്യൽ ഫുൾ അറിഞ്ഞിട്ട് ഫുൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോ. അല്ലാണ്ട് അത് ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ ഈ സ്റ്റെറോയിഡ് എടുക്കാൻ പറയത്തില്ല. അതിനെതിരാണ്. നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അത്യാവശ്യം സമയം എടുത്താണെങ്കിലും.
അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ഇതാണ് ബോഡി കോമ്പോസിഷനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.